സോ ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ പുതിയ ബസ് കാണാൻ പോവാണ്. കാരണം നമ്മുടെ പഴയ വണ്ടി ഞാൻ കൊടുത്തു. ഒരു സബ്സ്ക്രൈബർ വച്ചാൻ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു. പക്ഷെ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയൊരു ബസ് എടുത്ത് വർക്ക് എടുക്കാൻ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് സ്റ്റിക്കർ വർക്കും പിന്നെ സൗണ്ടിൻ്റെ കുറച്ച് സെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ, അല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഇപ്പോൾ എത്രത്തോളം കഴിഞ്ഞത് എന്തായാലും ഒന്ന് പോയി നോക്കണം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അതാണ്. അല്ലെങ്കിൽ ഞാൻ വേഗം പോയിട്ട് വേഗം തന്നെ തിരിച്ചു വന്നേനെ. എന്തായാലും നമുക്കിനി ഇവിടെ നേരെ പോവാം. ഇതിന് മുമ്പ് ഈ ഗേറ്റ് ഒന്ന് തുറക്കണം. വണ്ടി ഇച്ചിരി കയറ്റിയിട്ട് ആ പട്ടം വരുന്നുണ്ട്. അയ്യോ, പെന്നിലല്ല, പട്ടം വരുന്നില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം. എന്തായാലും നമുക്ക് ഇനി ഒന്ന് ഇറങ്ങാം. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഒന്നുകൂടി ഗേറ്റ് ഒന്ന് തുറന്നിട്ട് വണ്ടി എടുത്ത് പോവാം. അതേ ഇപ്പോൾ നടക്കുള്ളൂ, അല്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും വരില്ലല്ലേ? ഓക്കെ, ഇപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് വിടാം. അത്യാവശ്യം നല്ല വർക്ക് തന്നെ ഞാൻ അതിലെടുക്കണം. കാരണം മുമ്പത്തെ ബസ്സിലെന്ന് വെച്ചാൽ ഞാൻ അത്രക്കും ഡിസൈന് ചിലയിടത്തൊക്കെ ചെറിയ ഒരു ഡിസൈനുള്ളൂ, അല്ലാണ്ട് വേറെ ഡിസൈനൊന്നുമില്ല. പക്ഷേ ഇനിയുള്ള ഈ ഒരു ബസ് അതിൽ ഫുള്ളി സ്റ്റിക്കറായിരിക്കും. കാരണം ഞാൻ ആദ്യം എനിക്ക് വൈറ്റ് ബോർഡിൽ തന്നെ കൊണ്ടു നടക്കാനായിരുന്നു ഇഷ്ടം. കാരണം ക്ലീമറൊക്കെയാണ് അത് കാണാൻ ഒരു രസമുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ വണ്ടി കൊടുത്തപ്പോൾ ഞാൻ പിന്നെ ഇതിനെക്കാട്ടി ഒന്ന് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അത്യാവശ്യം നല്ല ഡിസൈൻ തന്നെയാണ്. എന്തായാലും അത്യാവശ്യം ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വണ്ടിയുടെ കളർ മാറ്റണമെന്നാണ്, സ്റ്റിക്കറിൻ്റെ കളറും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ടേ അറിയുള്ളൂ. പിന്നെ വണ്ടിയുടെ കളർ മാറ്റണമെന്ന് ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണ് ഞാൻ. ഇപ്പോൾ വണ്ടിയുടെ കളർ ഇപ്പോൾ വൈറ്റ് തന്നെയാണ്. ആ വൈറ്റിലാണ് ഞാൻ ഇപ്പോൾ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ ആ ഡിസൈന് ആ വൈറ്റ് കളറിന് ചേരുമെന്നാണ് ഇപ്പം എനിക്ക് ഡൗട്ട്. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വണ്ടി. എന്തായാലും അവിടെ പോയിട്ടായിരിക്കും ഞാൻ വണ്ടി കാണാം. ഓക്കെ, ഇത് അത്യാവശ്യം ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അത്യാവശ്യം നല്ല സമയമെടുത്തിട്ട് തന്നെ ആയിരിക്കും. കാരണം ഈ ബസ് കണ്ടതിന് ശേഷം നമുക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട്. കാരണം നമ്മുടെ മല്ലു ബ്രോനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആൾക്ക്. അപ്പോൾ അവിടെ അവൻ്റെ വണ്ടി എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ അവൻ്റെ വേറെ വണ്ടിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അവനെ ഒന്ന് ജസ്റ്റ് ആ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആ സ്ഥലത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഈ ബസ് ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പണി കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകണം. എല്ലാ സാധനങ്ങളും എടുത്താൽ മതിയായിരുന്നു. ഞാൻ എന്തായാലും അവൻ്റെ അടുത്ത് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ അവൻ്റെ അടുത്ത് ഇപ്പോഴേ റെഡിയായി നിന്നോളാൻ പറഞ്ഞു. ഞാൻ ചിലപ്പോൾ ബസ് കാണിച്ചിട്ട് വേഗം തന്നെ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇനി അവിടെ എത്തിയിട്ടേ അതറിയുള്ളൂ എത്രത്തോളം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ഇവിടുന്ന് റൈറ്റാണ്. ഇവിടെയാണ് നമ്മൾ വണ്ടി പണിയാനൊക്കെ കൊടുക്കൽ. അത്യാവശ്യം നല്ല സ്ഥലം തന്നെയാണിത്. അത്യാവശ്യം നല്ലോണം വണ്ടികളൊക്കെ ഇടാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത്. ഇപ്പോൾ പാർക്കിംഗ് ഏരിയയിലായാലും അങ്ങനെ തന്നെയാണ്. പിന്നെ വണ്ടികൾ കാണുന്നില്ല, ചിലപ്പോൾ അകത്ത് കയറ്റിയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ആ ബസ്സിൻ്റെ തൊട്ട് പിറകിലായിട്ട് നിർത്തിയിടാം. ഓക്കെ, എന്തായാലും വണ്ടി
ഇവിടെ ഇട്ടിട്ട് നേരെ നമ്മുടെ വണ്ടി കാണാൻ പോവാം. ഫസ്റ്റ് എൻ്റെ വണ്ടി ഇങ്ങനത്തെ ഒരു പച്ച കളറായിരുന്നു കേട്ടോ. അതിനാണ് ഞാനിപ്പോൾ മോഡിഫൈ ചെയ്ത് ഇറക്കിയത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് നേരെ നമ്മുടെ ബസ് എത്രത്തോളം വർക്ക് എടുത്തിട്ടുണ്ടെന്ന് കാണാൻ പോകണം. ഓക്കെ, നമുക്ക് വേഗം ഓടി പോവാം. ചെറിയൊരു പണിയുണ്ട്. അവർ അവിടെ അല്ല, ഈ സ്ഥലത്താണോ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇനി അവർക്ക് പോയിട്ട് അവരും വിളിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് വിളിക്കേണ്ട ആവശ്യമില്ല. വണ്ടി അവിടെ കിടക്കണേന്ന് നോക്കിയാലോ, എവിടെയാണെന്ന് എനിക്കറിയില്ല. എല്ലാവരെ കോണ്ടാക്ട് ചെയ്തിട്ട് വരാം. എന്തായാലും വണ്ടി അവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് പുറത്ത് നോക്കിയപ്പോൾ ഈ വണ്ടി അവിടെ കിടക്കുന്നത് കാണൂല. ഞാൻ വെച്ചാൽ അവർ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്ന് ചോദിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ട്. അതാണ് ഞാൻ ബാഗ് ഇങ്ങോട്ട് വന്നു. നമ്മുടെ വണ്ടിയുടെ പേര് ഞാൻ മാറ്റിയിട്ടുണ്ട്, സീറോ എന്നാക്കിയിട്ടുണ്ട്. സീറോ ട്രാവലർ. ഇപ്പോൾ മറ്റേ വണ്ടിയിലെ പോലെ ഷാഡോ എന്നുള്ളിടത്ത് സീറോ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിസൈൻ എന്ന് പറയണത്. ഇത് കഴിഞ്ഞിട്ടില്ല. ഈ സ്റ്റിക്കർ വർക്ക് ഇനിയും നമുക്ക് ഒരേ മാസം കൂടുമ്പോൾ നമുക്ക് പറ്റാവുന്നിടത്തോളം സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് അത്യാവശ്യം നല്ല വർക്ക് എടുത്ത് തന്നെ ഇറക്കാം. എന്തായാലും ഈ ഡിസൈന് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ വൈറ്റ് കളർമക്ക് ഇതൊക്കെ ചേരുമെന്ന് എനിക്ക് ഇടക്കിട്ട് മാറി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഈ വണ്ടിയിൽ ഈ വെള്ള കളർമ ഈ ബ്ലാക്ക് സ്റ്റിക്കറൊക്കെ കൂടി ഒട്ടിക്കുമ്പോൾ ഭംഗിയുണ്ട്. പക്ഷേ വേറെ ഒരു കളറിൽ കൂടെ ഈ സ്റ്റിക്കർ ഒട്ടിക്കുകയാണെങ്കിൽ ഞാൻ ഇതിനായിട്ടും ഭംഗിയുണ്ടോയെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. പിന്നെ ഞാൻ ഈ കളർ തന്നെ ഉറപ്പിച്ചു. കാരണം കുറച്ചും കൂടി ഇത് വെള്ളയും ബ്ലാക്കും വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറ് ഒരു ഇതാണ് എനിക്ക്. വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ, റെഡ് അങ്ങനത്തെ കളറൊക്കെ ഞാൻ കുറേ ചിന്തിച്ച് പിന്നെ അവസാനം തന്നെ എത്തിച്ച്. ഇനിയിപ്പോൾ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാമല്ലോ. എന്തായാലും നമുക്കിനി ഇവിടുന്ന് നേരെ ചെക്കനെ ഇൻ്റർവ്യൂക്ക് കൊണ്ടുപോയിട്ട് വരാം, അല്ലെങ്കിൽ മൊത്തം സീനാവും. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി അടുത്തേക്ക് പോവാം. റെഡി ആയി എന്നാണ് തോന്നണം. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് നേരെ ചെക്കൻ്റെ വീട്ടിൽ പോവാം. വണ്ടി ഇച്ചിരി ഇറങ്ങി വന്നാൽ ഞാൻ ബ്രേക്ക് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ കിടന്ന വണ്ടി നേരെ ബാക്കിലേക്ക് ഇറങ്ങി പോയല്ലോ. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ചെക്കൻ്റെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് അറിയാം റെഡി ആയോ, എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ടോ നോക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു BMW ഇതിന് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ പൈസ ഇല്ലാണ്ട് വന്നപ്പോൾ ഒക്കെ ഞാൻ എൻ്റെ ഒരു വണ്ടി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് തരുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ബ്രോ ഓക്കെ പറഞ്ഞിട്ട് എൻ്റെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയി സെറ്റാക്കി എന്നെ തന്നു. പക്ഷെ പിന്നെ എൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസ ആയപ്പോൾ ഞാൻ പിന്നെയും ആളെ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു BMW ഇതിന് മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഞാൻ ഇത് ഗിഫ്റ്റായിട്ട് അങ്ങോട്ട് കൊടുത്തു. കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ടിരുന്നപ്പോൾ ആ ബ്രോ എനിക്ക് മോഡിഫൈ ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ഹാപ്പി ആയിരുന്നു ആ സമയത്ത്. കാരണം എൻ്റെ പൈസ കാണലൊന്നുമില്ല, എൻ്റെ കയ്യിൽ ആകെ നല്ല വർക്ക് എടുത്ത വണ്ടി ആ ബ്രോ ചെയ്ത് തന്നത് മാത്രമേ. അതിന് പകരമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു BMW ആൾക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അപ്പോൾ ആളും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇനി അവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ ഇൻ്റർവ്യൂക്ക് കൊണ്ടുപോയിട്ട് അവൻ ഹാപ്പി ആവാൻ നോക്കാം. ഏത് കമ്പനിയിലാണെന്ന് അറിയില്ല കേട്ടോ എനിക്ക്. എനിക്ക് ആ ലൊക്കേഷനൊന്നും അറിയില്ല, അവൻ പറഞ്ഞു തന്നിട്ടില്ല. ഏതോ ഒരു നല്ലൊരു കമ്പനിയാണെന്ന് തോന്നണേ. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ കേട്ടുള്ളൂ തോന്നുന്നുണ്ട്. എന്തായാലും ഇനി നമുക്ക്
അവൻ്റെ വീട്ടിലേക്ക് കയറാം. അവൻ്റെ വീട് ഇതാണ്. ഞാൻ വണ്ടി ഇങ്ങോട്ട് കയറ്റിടാം. ഓക്കെ, നമുക്ക് 5-6 ഹോൺ അങ്ങോട്ട് അടിച്ചു വിടാം. കാരണം അതിനെ വണ്ടി ഇവിടെ ഇല്ല, വർക്ക്ഷോപ്പിലാണ്. അവനിവിടെ ഇല്ല, അകത്തായിരിക്കും. നമുക്ക് എന്തായാലും ഹോൺ അടിച്ചു വിടാം. കുറേ ഹോൺ അങ്ങോട്ട് അടിച്ചു വിടാം. ഈ ചക്കൻ എന്താ കേൾക്കണില്ലേ ഈ ഹോണൊന്നും അവൻ കേൾക്കണില്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും ഇറങ്ങി വിളിച്ചിട്ട് വരാം ഗൈസ്, അല്ലാണ്ട് പിന്നെ ഒന്നും ഇങ്ങോട്ട് വരില്ല ഗൈസ്. അവനങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. ഞാൻ കുറേ കഷ്ടപ്പെട്ടു. കാരണം ചെക്കനവൾ കിടന്ന് ഉറങ്ങുക. ഞാൻ പോയിപ്പം കുറേ ബെല്ലടിച്ചിട്ടും ഹോണടിച്ചിട്ടൊന്നും കേൾക്കണില്ല. അവസാനം ഫോൺ വിളിച്ചിട്ടും എടുക്കാണ്ടായപ്പോൾ അവൻ കേൾക്കണ ആ റൂമിൻ്റെ ആ ജല്ലേമ്മ പോയിട്ട് ഞാൻ കുറേ കൊട്ടി. അപ്പോഴാണ് ഈ ചെക്കൻ എണീച്ചത്. സംഭവം റെഡിയാവുകയൊക്കെ ചെയ്ത്, പക്ഷേ ഞാൻ ഇവിടെ എത്താൻ വെച്ചാൽ ലേറ്റായി. റെഡിയായ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് നേരെ പോയി കിടന്ന് അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഇപ്പം എന്തായാലും നമുക്ക് ഇവനെ കൊണ്ട് ഇൻ്റർവ്യൂക്ക് പോകാം. അത്യാവശ്യം നല്ല കമ്പനി തന്നെയല്ലേ അത്? നീ ഇതിനു മുമ്പ് അങ്ങോട്ട് പോയിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് കാണാനോ എന്തെങ്കിലുമൊക്കെ? ആർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്നോ? നീ ഇതിനു മുമ്പ് ഏത് കമ്പനിയിലാണ് പോയേ? അതൊന്ന് പറഞ്ഞേ. തേങ്ങയാണ്. നീ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് പോകണമെന്നൊക്കെ എനിക്കറിയാം. എന്തായാലും നീ വേറെ ഇങ്ങോട്ടേലൊക്കെ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ വല്ല കുർത്തക്കേട് ഒപ്പിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് വരുള്ളൂ. ഇതല്ലേ നീ പറഞ്ഞ കമ്പനി? മോളിക്ക അതേത്? ഇതേപോലത്തെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടല്ലേ അവിടെ? ഒരാഴ്ചക്കണ ലൊക്കേഷൻ നോക്കട്ടെ തന്നെ. ഇതല്ലേ? ഇച്ചിരി കൂടി പോണം. എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി വരുമോടെ? നല്ല കമ്പനിയാണ്, അതെനിക്കറിയാം. നല്ല എക്സ്പീരിയൻസ് ഉള്ളവരെ എടുക്കുള്ളൂ എന്നും അറിയാം. നീ എന്നെ എടുക്കുമെന്നാണ് ഞാൻ ചോദിക്കണത് കേട്ടോ. എങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ചിലവാണ് ട്രീറ്റ്. അതും നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട്. വണ്ടിയിൽ നിന്നാണോ ഈ സൗണ്ട് കേൾക്കണ? ചില നേരമായിട്ട് കേൾക്കണ്ടല്ലോ, അതെന്താണോ? ഞാൻ എന്തായാലും അവിടെ പോയിട്ട് നോക്കാം. ഇവിടെ ഒക്കെ നിർത്തിയിട്ട് ഇനി നിൻ്റെ ഇൻ്റർവ്യൂ ടൈം വേസ്റ്റ് ആവണ്ട. എന്നിട്ട് അതും പറഞ്ഞ് നിനക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ തന്നെ എൻ്റെ നോക്കിയിട്ട് കയറാനല്ലേ. എന്തായാലും ഇപ്പം എത്തും. ഇവിടെ നിന്ന് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നതായിരിക്കും നിൻ്റെ കമ്പനി. അല്ല, നീ ഇൻ്റർവ്യൂ ചെയ്യാൻ പോണ കമ്പനി. ഓക്കെ, ഇത് എത്തി. ഓക്കെ, നമുക്ക് എന്തായാലും ഇങ്ങോട്ട് സൈഡ് ഒതുക്കിടാം. പക്ഷേ നീ ആ സാധനങ്ങൾ എടുത്തിട്ട് ഇറങ്ങും. ഓക്കെ, ഇവിടെ വരുത്താം. ഓക്കെ, ഇറങ്ങിക്കോ. ഇറങ്ങടാ, ഇറങ്ങണല്ലേ നീ? നീ എവിടെ പോയാലും ഇത് തന്നെയാണുള്ള അവസ്ഥ. എല്ലാ സാധനങ്ങളും എടുത്തത് ഞാൻ ചോദിച്ചല്ലേ എൻ്റെ അടുത്ത്. അപ്പം എല്ലായിടത്തും എന്ന് പറഞ്ഞിട്ട് ധൃതി പിടിച്ചിട്ട് വന്നതല്ലേ. ഇനിയിപ്പോൾ തിരിച്ചു പോയാൽ എപ്പോൾ തന്നെയാണ് ഇത് ചെയ്യണമെങ്കിൽ ക്ലോസ് ആയിരിക്കെ അവരങ്ങോട്ട് പോകും. ഇത് കുഴപ്പമില്ല, ഇറങ്ങിയിട്ട് എന്തായാലും കിട്ടൂല, ഉറപ്പാണ്. എന്തായാലും നീ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അത് വെച്ച് പിന്നെ ഫോണിലെങ്ങാനും PDF ഉണ്ടോയെന്ന് നോക്കുക. എന്നിട്ട് അങ്ങനെ ഇതൊക്കെ. അല്ലെങ്കിൽ വണ്ടി എടുത്ത് ഇനിയിപ്പോൾ അവിടെ വരെ പോയി വരുമ്പോഴേക്ക് ഇതെല്ലാം ക്ലോസ് ആക്കിയിട്ട് അവരങ്ങോട്ട് വീട്ടിൽ പോയിട്ടുണ്ടാവും. എന്തായാലും നീ അങ്ങോട്ട് പോയി നോക്ക്, നോക്കട്ടെ. ഞാൻ അങ്ങനെ പോയി എടുത്തിട്ട് തന്നോ?
വേണ്ട, ഞാൻ എന്തായാലും അവരടുത്ത് ഈ കാര്യം പോയി പറയട്ടെ. പിന്നെ ഫോണിൽ PDF കോപ്പി ഉണ്ടെന്ന് തോന്നുന്നു, അതെങ്ങാനും വെച്ച് നോക്കാം. ചിലപ്പോൾ കിട്ടുള്ളൂ എന്നാലും. ഓക്കെ, ഞാൻ എന്തായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, എന്തായാലും അവൻ മെയിൻ PDF എടുക്കാണ്ടാണ് വന്നേക്കുന്നത്. എന്തായാലും കോപ്പി ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാന്ന് തോന്നണം. എന്തായാലും അവൻ പോയി കാണിച്ചിട്ടേ. ഞാൻ എന്തായാലും ഇവിടെ വണ്ടിയൊക്കെ അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് വണ്ടിക്ക് എന്തോ സൗണ്ട് ഉണ്ടായിരുന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ. അത് ഇനി എന്തുട്ടാന്ന് ഒന്ന് നോക്കണം. എന്നിട്ട് അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം, എന്നാലേ ഇതാവുള്ളൂ. എന്തായാലും ഇനി അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതിന് മുമ്പ് വണ്ടിയിൽ എവിടെ നിന്നാണ് സൗണ്ട് വന്നത് എന്തായാലും നോക്കണം. എന്തായാലും ഞാൻ വരട്ടെ ഗൈസ്. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ചെക്കൻ ഇൻ്റർവ്യൂ പാസ്സായിട്ടില്ല. അവൻ തിരിച്ച് ഇങ്ങോട്ട് കരഞ്ഞുകൊണ്ടാണ് വന്നത്. കാരണം അവൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെ വിളിച്ച് പറഞ്ഞ് ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്, എന്തായാലും നല്ല കമ്പനിയാണ്, പാസ്സായിട്ടൊക്കെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഇവനാണെങ്കിൽ ആ മെയിൻ PDF എടുക്കാണ്ടാണ് ഇങ്ങോട്ട് ആ കമ്പനിക്ക് പോയത്. എന്നിട്ട് അതുകൊണ്ടാണ് ആ ചെക്കൻ തോറ്റിട്ട് വന്നത്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവൻ പറഞ്ഞിട്ട് ഓക്കെ ആക്കിയേനെ. അതുകൊണ്ട് എന്തായാലും ഞാൻ അവനെ ഇങ്ങോട്ട് എൻ്റെ ഈ കമ്പനിക്ക് കൊണ്ടുവന്ന്. എന്തായാലും അവനിവിടെ ആയാലും ഒരു ജോലി പോരെ. ഇതാവുമ്പം City 2-ലായതുകൊണ്ട് City 2-ൽ എൻ്റെ ഒരു വീടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് രണ്ടാൾക്കും താമസിച്ചിട്ട് എല്ലാ ദിവസവും ഇങ്ങോട്ട് വരാം. എന്തായാലും ഇന്നൊക്കെ ലീവാണ്. മറ്റന്നാളാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുക. കാരണം കുറച്ചും കൂടി പണി തീർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തായാലും ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും പുതിയൊരു കമ്പനി ഇവിടെ ഉണ്ട്. ഈ സംഭവം എൻ്റെ കമ്പനി എന്ന് പറയുന്നത് മറ്റേ ഇതാണ്, ഫ്ലാറ്റ് എന്ന് വെച്ചാൽ റൂമൊക്കെ റെൻറ്റിന് കൊടുക്കണം. കാരണം കുറേ ആൾക്കാർ ഇവിടെ ജോലിക്കൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് കിടക്കാനൊന്നും റൂമില്ല. കാരണം വീടൊന്നും കിട്ടാൻ ഇവിടെ ഇതില്ല. കാരണം കുറേ പേര് ഇവിടെ നേരത്തെ വന്നിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് എല്ലാവരും വീട് വെച്ച്. കാരണം പിന്നെ ഇവർക്ക് വീട് വെക്കാൻ സ്ഥലം, വാങ്ങിക്കാനുള്ള പൈസ, ഇതൊക്കെ വേണ്ടേ. അപ്പോൾ ചെറിയ വിലക്ക് റൂം കിട്ടുന്ന കമ്പനിയാണ് നമ്മുടെ. അപ്പോൾ ഇവനെ ഞാൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും മറ്റന്നാൾ തൊട്ട് ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ നമ്മുടെ City 2-ലെ വീട്ടിലേക്ക് പോവാം. ഇവിടെ ഒന്നും സാധനങ്ങളില്ല. ഇവിടൊക്കെ ഉണ്ടായിരുന്നത് അവിടെ. ഞാൻ ഈ ഫോണിൽ കളിക്കുമ്പോൾ എപ്പോഴും ഈ സ്ഥലങ്ങളൊക്കെ ലോഡായി വരാൻ കുറച്ച് ടൈം എടുക്കും. അതുവരെ ഇങ്ങനെ തന്നെ ഇവിടെ ഇരിക്കും. ഇതല്ലാതെ ഞാൻ മാറ്റാൻ കുറേ ശ്രമിച്ച്. ഒരു സ്ഥലം മാറ്റുമ്പോൾ അടുത്ത സ്ഥലത്ത് ഇങ്ങനെ വരും. ഇവിടെ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞാൻ വേറൊരു സ്ഥലമൊക്കെ ആക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെ ലോഡായി വരുള്ളൂ. ഇനിയിപ്പോൾ ഇത് ശരിയാക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും പോകാമോ പറയാൻ പറ്റില്ല. എന്തായാലും കുറച്ചും കൂടി പണി ചെയ്ത് നോക്കാം. അല്ലാണ്ട് ഇത് ലോഡായി വരുന്നില്ലെങ്കിൽ ഒരു സുഖമില്ല കളിക്കാൻ. എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് നേരെ നമ്മുടെ City 2-ലെ വീട്ടിൽ പോവാം. ഈ ചെക്കനെ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. എന്തായാലും ആ കമ്പനി നല്ലൊരു കമ്പനിയായിരുന്നു. പക്ഷേ ഇവൻ ആ PDF-ൻ്റെ ആ പേപ്പർ എടുത്തില്ല. ആ ഒരു സീനായതുകൊണ്ടാണ്. ഇവിടെ ലോഡായിട്ടില്ലല്ലോ. ഓക്കെ, അല്ലെങ്കിൽ ഇവൻ എന്തായാലും പാസ്സായി പോകുന്നതിന്. കാരണം എല്ലാ കാര്യങ്ങളും ഇവൻ പറഞ്ഞ്. പിന്നെ ഈ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ടാണ് ഇവനിപ്പോൾ തോറ്റുന്നത്. അല്ലെങ്കിൽ അവിടെ തന്നെ ആ City 1-ൽ ഇവർക്ക് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാലത്ത് പോയിട്ട് രാത്രി തിരിച്ചു വരൽ അങ്ങനെ നിന്നേനെ. ഇനിയിപ്പോൾ എന്തായാലും അവന് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യട്ടെ. നമുക്ക് എന്തായാലും ബാക്ക് എടുത്ത് പോകും. കാരണം ഇവൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട് ഇവിടെ തന്നെ ഉണ്ട്. എന്നാലും അവരവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ഇവനൊക്കെ ഒന്ന് കാണിച്ചിട്ട്. കാരണം ഇവൻ ഇങ്ങോട്ട് വരൽ കുറവാണ്. ഓക്കെ, എന്തായാലും ഇവന് എന്തായാലും പോയി കാണട്ടെ. അയ്യോ, ഇവിടെ അവരില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം അവൻ്റെ കാറ് കാണില്ല ഇവിടെ. ഞാൻ എന്തായാലും പോയി ബെല്ലടിച്ച് നോക്കിയാലോ. ഞാൻ ബെല്ലടിച്ച് നോക്കട്ടെടാ. നിനക്ക് ഇവിടെ കയറണോ? അയ്യോ, അതേ വണ്ടി വന്നു. ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറന്നു. പിന്നെ കയറി സ്ഥലം മാറിപ്പോയി. ഓക്കെ,
നിനക്ക് വേണമെങ്കിൽ ഞാൻ പോയി ബെല്ലടിക്കാം കേട്ടോ, നിൻ്റെ ഇഷ്ടം. എന്താ ചെയ്യണ്ടേ? വേണ്ട, ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വീട്ടിൽ പോവാം. എടാ നീ കരയല്ലേ? ഏത് കമ്പനിയിലായാലും നിനക്ക് ജോലി കിട്ടിയില്ലേ, അതല്ലേ കാര്യം. എൻ്റെ വീട്ടുകാരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞോളാം ഇങ്ങനത്തെ ഒരു PDF എടുക്കാൻ മറന്നാന്നൊക്കെ. ഏതായാലും എൻ്റെ കമ്പനി നല്ലൊരു കമ്പനി തന്നെയാണ്. നിനക്ക് എവിടെയാലും ജോലി കിട്ടിയാൽ പോരെ? അത് മതി. പക്ഷേ ആ കമ്പനി നല്ലൊരു കമ്പനിയാണ്. എല്ലാവരും ആ കമ്പനിയിൽ എന്തായാലും കിട്ടുമെന്നൊക്കെ പറഞ്ഞാണ്. ഇനിയിപ്പോൾ ഞാൻ അടുത്തൊക്കെ എന്താ പറയാ? നീ ആരടുത്തും ഒന്നും പറയണ്ട, എല്ലാതും ഞാൻ അവരെ വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയുള്ളൂ വീഡിയോ. ഇനിയിപ്പോൾ ഞാനിതിന് മുമ്പ് ചിലപ്പോൾ ചില വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അതൊക്കെ ചിലപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യും, ചിലപ്പോൾ മാത്രം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.